രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മാത്രമായി ഇത് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ വൻ സ്രാവുകളുണ്ട്. സ്രാവുകൾ പിടിക്കപ്പെടണം. പരൽ മീനുകൾ മാത്രമല്ല, വൻ സ്രാവുകളുണ്ട്. അവരാണ് പിടിക്കപ്പെടേണ്ടത്. അതിനുള്ള നടപടി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് മന്ത്രി രാജിവെക്കണം. മന്ത്രി ആ സ്ഥാനത്ത്, ദേവസ്വം മന്ത്രി വാസവൻ ആ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഒരു നിഷ്പക്ഷമായ അന്വേഷണവും നടക്കില്ല. DGP എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അതുകൊണ്ടാണ് മന്ത്രി രാജിവെച്ച് ദേവസ്വം ബോർഡിനെ കോടതിക്കാണെങ്കിൽ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാം. അതാണ് ദേവസ്വം ആക്ട് അനുസരിച്ച് ചെയ്യാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഈ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം, മന്ത്രി രാജിവെക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഇതുകൊണ്ടാണ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ എതിരല്ല. പക്ഷേ അന്വേഷണം നടക്കേണ്ടത് എങ്ങനെ? മന്ത്രി ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടുള്ള അന്വേഷണം തൃപ്തികരമല്ല. മന്ത്രി ആ സ്ഥാനം രാജിവെക്കണം. ദേവസ്വം ബോർഡിനെ കോടതി തന്നെ പിരിച്ചുവിടണം. ഇത്രയും കുഴപ്പങ്ങൾ ചെയ്ത ആളുകളെ നിലനിർത്തിക്കൊണ്ട് അന്വേഷണം നടന്നാൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന അന്വേഷണമാകില്ല. ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. ശബരിമല എന്ന് പറഞ്ഞ കോടിക്കണക്കിന് ഭക്തന്മാർ വരുന്നതാണ്. കേരളത്തിലുള്ളവർ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഭക്തജനങ്ങൾ എത്തുന്ന സ്ഥലമാണ്. അവിടെ ഇത്രയും വലിയ ഒരു കൊള്ള നടന്നിട്ട് അതിൽ ശക്തമായ നടപടി ഉണ്ടാവണ്ടേ? ആ മന്ത്രി ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയാണോ? ദേവസ്വം ബോർഡ് ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയാണോ? ആണ് പൊതുജനങ്ങൾക്ക് അറിയേണ്ടത്. അവരുടെ വികാരം, ഭക്തജനങ്ങളുടെ വികാരമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് അകത്ത് പറയുന്നുണ്ട് ഇത് വിറ്റിരിക്കാം എന്ന് പറയുന്നുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നതല്ല, കോടതി പറഞ്ഞ കാര്യമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ന്യായത്തിലുള്ള പരാമർശമാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു പരാമർശമാണ് ആ വിധിയിലുള്ളത്. യഥാർത്ഥ സ്വർണം വിറ്റിട്ട് ചെമ്പുപാളി കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് കോടതി പറയുമ്പോൾ അതത്ര വലിയ ഗൗരവമുള്ള കാര്യമല്ലേ? ആ ഗൗരവമായി ഉൾക്കൊള്ളാൻ ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, ഞങ്ങൾ നേരത്തെ തൊട്ടേ പറയുന്നുണ്ടല്ലോ, ഈ ഇഷ്യൂ വന്നപ്പോ തൊട്ട് ഞങ്ങൾ പറയുന്നത് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് ആ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടണം. ഈ രണ്ട് കാര്യത്തിൽ യാതൊരു തീരുമാനം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ അയ്യപ്പ ഭക്തന്മാരുടെയും വികാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് ഞങ്ങൾ തുടരും. നിങ്ങൾ കാണുക, അത് നിങ്ങൾ കാത്തിരുന്ന് കാണുക. പുനഃസംഘടന ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല, ഞാൻ പറഞ്ഞ ചൂതുകളി, ലോട്ടറി, ഇത്തരം കാര്യങ്ങളൊക്കെ അത് നിർത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അതുകൂടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു വരുമാനം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ സാമൂഹ്യ വിപത്തുകളാണ് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അല്ല, അവരോട് ചോദിക്കണം. അവർ യൂത്ത് കോൺഗ്രസ്സുകാരോട് ചോദിക്കണം. അത് എന്നോടാണ്. ഞാൻ പഴയ യൂത്ത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ അതെ ഞാൻ പറഞ്ഞത്, അത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയേണ്ട കാര്യമല്ലേ? പഴയ യൂത്ത് കോൺഗ്രസ്സുകാരാ അല്ലേ? അല്ല, അവരല്ലേ തീരുമാനം. യൂത്ത് കോൺഗ്രസ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. തെരഞ്ഞെടുപ്പിലൂടെയാണ് അത് വരുന്നത്. ഇപ്പൊ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട്